ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ മുറ്റമടിക്കാൻ വേണ്ടി പോവുകയാണ്. മുറ്റമടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര റിസ്ക്കാണ്. എന്ന് വെച്ചാൽ അത്ര പൊടിയാണ്. ഈ പൊടിയെല്ലാം കൂടെ കയറിയിട്ട് മൂക്കിലും വായിലും ഒക്കെ കയറി തുമ്മലും ചുമയും ഒന്നും പറയണ്ട, അത്ര ബുദ്ധിമുട്ടാണ്. ഈ അലർജി പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, എന്നെ പോലെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി മുഴുവനും ചുമച്ച് ഇങ്ങനെ കിടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം തളിച്ചിട്ടാണ് തൂക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഓസാണെങ്കിൽ വീടിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തത്തില്ല, അത്ര നീളമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബക്കറ്റിൽ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വെള്ളം എടുത്ത് തളിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആയിരുന്നു മുറ്റം തൂക്കാറുള്ളത് കേട്ടോ. പക്ഷേ ഇപ്പം ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ രാവിലെ മുറ്റം തൂത്താലും വൈകുന്നേരം ആകുമ്പോഴത്തേന് മുറ്റമൊക്കെ ആകെ ഇലകളൊക്കെ വീണ്ടും അങ്ങ് വൃത്തികേടാവും. അതുകൊണ്ട് ഇപ്പം ഞാൻ വൈകുന്നേരങ്ങളിലാണ് മുറ്റം തൂക്കാറ്. അന്നേരം പിന്നെ രാവിലെ ആകുമ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും. പകലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാറ്റും പൊടിയും ഒക്കെ. രാത്രി അത്രയില്ലെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. നല്ല വെയിലടിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വാടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കണം. ഇപ്പം ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതിനൊക്കെ ഒന്ന് ജീവൻ വെച്ചത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുക്കള വശമാണ് കേട്ടോ. ആ ഭാഗം മൊത്തം നല്ല മണ്ണാണ്. അതുകൊണ്ട് തന്നെ തൂക്കാൻ എളുപ്പവുമാണ്. തൂത്ത് കഴിഞ്ഞാൽ വൃത്തിയും തോന്നും നമുക്ക്. ഇത് സൈസ് നിന്നുകൊണ്ട് തൂക്കുന്ന ഈ ചൂല് വെച്ച് തൂക്കുമ്പോഴാണ് എനിക്ക് തന്നെ ഒരു തൃപ്തി തോന്നുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചപ്പൊക്കെ നീങ്ങി നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചപ്പും കുപ്പയൊക്കെ നീക്കി കൂട്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിയിട്ട് അവിടുന്ന് വാരുകയാണ് ചെയ്യുന്നത്. അതവിടുന്ന് വാരി നമ്മൾ നമ്മുടെ പറമ്പിൻ്റെ തന്നെ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിടും. അല്ലെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയുള്ള ബാഗ് നിറയ്ക്കുന്നതിന് കരിയിലകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിപ്പം തൽക്കാലം ഞാൻ വാരി നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്കോട്ട് കൊണ്ടിടുവാണ്. കത്തിച്ച് കളയാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പം അത് കത്തത്തില്ല. കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വെള്ളം കുടഞ്ഞിട്ടാണല്ലോ മുറ്റം തൂത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലകളൊക്കെ നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ്. അന്നേരം അത് കത്തത്തില്ല. നമ്മളത് കൊണ്ടുവന്ന് തീയിട്ടാലും അത് കത്താതെ ഇങ്ങനെ പുകഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് നാളെ രാവിലെ വേണമെങ്കിൽ കത്തിച്ച് കളയാം. രാവിലെ ആകുമ്പോൾ കുറച്ച് ഈ വെള്ളമൊക്കെ ഉണങ്ങി വെയിലടിക്കുമ്പോൾ ഉണങ്ങി കിടക്കുമല്ലോ. അന്നേരം നമ്മൾ കത്തിച്ചാൽ പെട്ടെന്ന് നിർത്തും. അങ്ങനെ ചപ്പൊക്കെ വാരി കൊണ്ടുവന്നിട്ടിട്ട് അടുത്തതായിട്ട് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൂത്ത് കഴിയുമ്പം നമ്മുടെ സിറ്റൗട്ടിൻ്റെയൊക്കെ പടികളൊക്കെ പൊടിയും പറന്ന് വീണ് ഈ വെള്ളമൊക്കെ തെറിച്ച് വീണ് വൃത്തികേടായിട്ട് കിടപ്പുണ്ടായിരിക്കും. അത് നമ്മൾ തുടയ്ക്കണം. ഇതിപ്പോൾ രാവിലെ ഞാൻ തുടയ്ക്കാറുണ്ട്. രാവിലെ തുടച്ചാൽ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേന് പൊടികളൊക്കെ വീണ് ആകെ നിറഞ്ഞിരിക്കും, അഴുക്കായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പം നമ്മൾ തൂത്തപ്പം കുറച്ചും കൂടെ പൊടിയും കൂടെ കയറി അഴുക്കായി. അന്നേരം അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ പൊത്താനുണ്ടല്ലോ, ഈ വിറകുകൾ. ഇത് നമ്മൾ രാവിലെ ഈ കവറ് മാറ്റിയിട്ട് നമ്മുടെ അന്നത്തെ ആവശ്യത്തിനുള്ള കുക്കിംഗ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള വിറക് എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം ഇതിങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രാത്രി വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഇതിന് പിടിച്ചിടുന്നത്. എങ്ങാനും മഴ പെയ്താൽ മൊത്തം നനഞ്ഞു പോകുമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ പൊത്താനൊന്നും പറക്കി വെക്കാൻ പ്രത്യേക ഷെഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു സൈഡ് പറമ്പിലോട്ട് ഒതുക്കിയാണ് ഈ വിറകൊക്കെ വെക്കുന്നത്. ഇതിപ്പം കവറൊക്കെ നന്നായിട്ട് ഞാൻ പിടിച്ചിടുവാണ്. എങ്ങാനും മഴ പെയ്യുകയാണെങ്കിൽ നനഞ്ഞു പോയാൽ നാളത്തെ തീരെ എനിക്ക് പണിയാവും. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു മഴ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്ക് ചൂടുണ്ട്. രാത്രിയായാൽ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ ഭയങ്കര ആശ്വാസമായിരുന്നില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടോ? അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ. ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാൻ വൈകുന്നേരങ്ങളിൽ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.